വാർത്തകൾ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടി. മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിന് വൈസ് ചാൻസലർ നൽകിയ കുറ്റാരോപണ മെമ്മോ അടക്കം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതിൽ തുടർ നടപടികൾ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. സസ്പെൻഷൻ കാലയളവിൽ ഫയലുകൾ കൈകാര്യം ചെയ്തതിലാണ് VC കുറ്റാരോപണ നോട്ടീസ് നൽകിയത്. അത്തരമൊരു നോട്ടീസ് നൽകാൻ VCക്ക് അധികാരമുണ്ടോ എന്ന് വിശദീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഗവർണർ പങ്കെടുക്കുന്ന ഭാരതാംബ ചിത്രം വെച്ചിട്ടുള്ള പരിപാടിയുടെ അനുമതി റദ്ദ് ചെയ്തതിനെ തുടർന്നാണ് അനിൽകുമാറിനെ VC മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തിരുന്നു. രജിസ്ട്രാർ അനിൽകുമാറിനെ തിരിച്ചെടുക്കാനുള്ള സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം അംഗീകരിക്കാതെ VC മോഹൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുൻ രജിസ്ട്രാർ ആയിരുന്ന KS അനിൽകുമാറിന് വൈസ് ചാൻസലർ നൽകിയ കുറ്റാരോപണ മെമ്മോ അടക്കമാണിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൽ തുടർ നടപടികൾ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ കാലയളവിൽ ഫയലുകൾ കൈകാര്യം ചെയ്തതിലാണ് ഇപ്പോൾ VC കുറ്റാരോപണ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത്തരമൊരു നോട്ടീസ് നൽകാൻ VCക്ക് അധികാരമുണ്ടോ എന്ന് വിശദീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗവർണർ പങ്കെടുക്കുന്ന ഭാരതാംബ ചിത്രം വെച്ചിട്ടുള്ള പരിപാടിയുടെ അനുമതി റദ്ദ് ചെയ്തതിനെ തുടർന്നാണ് അനിൽകുമാറിനെ VC മോഹൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രജിസ്ട്രാർ അനിൽകുമാറിനെ തിരിച്ചെടുക്കാനുള്ള സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം അംഗീകരിക്കാതെ VC മോഹൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിന് വൈസ് ചാൻസലർ നൽകിയ കുറ്റാരോപണ മെമ്മോ അടക്കം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്.